ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ. ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോയിൽ വന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഈ വീഡിയോ ഞാൻ 1 മാസം മുന്നേ 2 മാസം മുന്നേ ഒക്കെ പ്ലാൻ ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷെ അത് ഇടാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം. പിന്നെ ഇത് കണ്ടോ, എൻ്റെ അടുത്ത് ഇത് കഴിക്കാനുള്ളതെന്നല്ല കേട്ടോ, മുല്ലപ്പൂവാണേ. ഇതാണ് നമ്മുടെ ചക്കമുല്ല. എന്തോ ഒരു മണമെന്നറിയോ. അപ്പോൾ ഇങ്ങനെ വെച്ചേർക്കുക കേട്ടോ ഉള്ളിൽ കൊടുന്നിട്ട്. ഇങ്ങോട്ട് പോകണമെന്നില്ല എല്ലാവരും. അപ്പോൾ മാലയിട്ട് കോർത്തിട്ടൊന്നുമില്ല, അങ്ങനെ വെച്ചേർക്കുക. പിന്നെ മോണിറ്റൈസേഷനൊക്കെ ആയ കാര്യം ഞാൻ ചാനലിൽ കൂടെ പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ 2 പ്രാവശ്യം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മോണിറ്റൈസേഷൻ ആയപ്പോൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് $10 ഞാൻ എത്തിച്ചു. $10 എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ID വെരിഫിക്കേഷൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും ചാനലും ഒരാളുടെ തന്നെയാണെന്ന് യൂട്യൂബിന് ഒരു ഉറപ്പ് വരുത്താനുണ്ട്. അതിനാണ് ഈ ID വെരിഫൈ ചെയ്യണത്. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ് എല്ലാം ചാനലിലത്തെ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പാൻ കാർഡാണ്. $10 തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ പാൻ കാർഡിന് കൊടുത്തത് അക്ഷയ പോയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കിട്ടണ വരെ വെയിറ്റ് ചെയ്താൽ എനിക്ക് ഒരബദ്ധം പറ്റില്ലായിരുന്നു. അത് ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഫോട്ടോ വേണ്ട, നമ്പർ മാത്രം മതി എന്നാണ്. അപ്പോൾ ഈ ID വെരിഫിക്കേഷൻ വന്ന ഉടനെ ഇനി അതെങ്ങാനും പിന്നെ ചിലർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ID വെരിഫിക്കേഷൻ കൊടുക്കാൻ വൈകിട്ട് മോണിറ്റൈസേഷൻ കട്ടായി പോയിട്ടുണ്ട്, ഡോളർ ചിഹ്നമൊക്കെ പോയി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വന്നിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ID വെരിഫിക്കേഷൻ ചെയ്യാൻ നോക്കി. കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ആ സമയത്ത് എനിക്ക് ആ ഫോട്ടോ ഒന്ന് നേരെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 3 തവണ ഫെയിലായപ്പോൾ എന്തുണ്ടായി, എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി. അപ്പോൾ $11 ഉണ്ടായിരുന്നു കേട്ടോ. 11.47 ഉണ്ടായിരുന്നു. ആ 11.47 ഞാൻ എത്തിച്ചത് എങ്ങനെയെന്ന് എനിക്കൊരു പിടിയില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മോണിറ്റൈസേഷൻ ആവണ വരെ എങ്ങനെ കഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ $10 എത്തിക്കാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കട്ടായി പോയപ്പോൾ കരച്ചിൽ, ബഹളം, ഒറ്റയ്ക്കിട്ട് ആരെയും അറിയിച്ചില്ല എന്നാൽ അവർക്ക് അറിയാൻ സംഗതി. പക്ഷെ അത് ഇത്രയും ഇതുള്ളതാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത് ആ $11 പോവാതെ എനിക്ക് മോണിറ്റൈസേഷൻ ഓണായി കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു കേട്ടോ. പിന്നീട് കുറേ പേരെ ഞാൻ സഹായത്തിന് ഇതാക്കി. മറ്റേ യൂട്യൂബർ കോർണർ മലയാളം വീഡിയോയിലെ ചേട്ടല്ലേ ഇക്ക, അവരോട് കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചു. അവരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. പിന്നെ കുറേ പേര് എല്ലാവരും കൂട്ടുകാരൊക്കെ ഒപ്പം നിന്ന് അവർക്ക് എൻ്റെ സങ്കടം മനസ്സിലായിരുന്നു. കാരണം ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് 1 മാസമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നടക്കാമെന്നറിയില്ലേ, അങ്ങനെ കരച്ചിൽ അടക്കി പിടിച്ച് നടന്ന ദിവസങ്ങൾ 1 മാസം ഉണ്ടായിരുന്നു കേട്ടോക്ക്. അപ്പോൾ പിന്നെ അത് രണ്ടാമത് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ അമ്മൂസ് അനൂസ് എന്നുള്ള ഐഡിയിലായിരുന്നു ഞാൻ ഗൂഗിൾ ആഡ്സൻസ് എടുത്തിരുന്നു ആദ്യത്തെ. അപ്പോൾ അത് വേറെ ഐഡിയിൽ എടുത്തു തന്നു ഒരാൾ. പക്ഷേ എനിക്ക് മെയിൽ വന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ഓൾറെഡി ഒരു ഗൂഗിൾ ആഡ്സൻസ് ഉണ്ട്. അപ്പോൾ അത് കളയാതെ, അല്ലാതെ അത് കട്ടാക്കാതെ വേറെ എനിക്ക് കിട്ടില്ല എന്ന് യൂട്യൂബ് മെയിൽ വഴി കുറേ പ്രാവശ്യം പറഞ്ഞു തന്നു. പിന്നെ ഞാൻ യൂട്യൂബിനായിട്ട് ചാറ്റ് ചെയ്തിരുന്നു. അതിന് കാരണം എനിക്കത് പറഞ്ഞു തരാൻ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. ആ കൂട്ടുകാരിയാണ്, ഞാൻ ആരും പേര് ഇതിൽ പറയുന്നില്ല കാരണം ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കരുതെന്ന് കേട്ടോ. അതുകൊണ്ടാണ്
പിന്നെ ആ കൂട്ടുകാരിയാണ് ധൈര്യപ്പെടുത്തിയിട്ട് ചേച്ചി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഏതുവരെ വെയിറ്റ് ചെയ്യും, കുറേ സമയം പിടിക്കും, അത് നമ്മൾ യൂട്യൂബിനായിട്ട് ചാറ്റ് ചെയ്തും കൊണ്ടേ യൂട്യൂബിനോട് ചോദിച്ചും കൊണ്ടേ ഇരിക്കണം, എന്നാലാണ് അവരൊരു എന്താ പറയുക പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ അതിനെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചാറ്റ് ഓപ്ഷനൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ചാറ്റ് ചെയ്ത് യൂട്യൂബിന് എൻ്റെ സങ്കടം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു വേറൊരു മാർഗ്ഗമില്ല, അത് പഴയ ഗൂഗിൾ ആഡ്സൻസ് കളയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കളഞ്ഞു. ആദ്യത്തേത് ഡിലീറ്റാക്കി കളഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ആ മെയിൽ ഐ ഡി, വേറെ മെയിൽ ഐ ഡിയിൽ ഗൂഗിൾ ആഡ്സൻസ് എടുത്ത് തന്നിരുന്നല്ലോ ഒരാൾ, ചാനലാണ് കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, അത് അത്രയും ചെയ്തതും കൊണ്ടാണ് എനിക്കത് ഡിലീറ്റ് ആക്കിയിട്ട്, ആദ്യത്തെ ഗൂഗിൾ ആഡ്സൻസ് ഡിലീറ്റ് ആക്കിയിട്ട് വേറെ എടുക്കാൻ പറ്റിയത്. വേറെ എടുക്കാറിന് അവർ തന്ന ആ പുതിയ ഗൂഗിൾ ആഡ്സൻസ് ഉണ്ടല്ലോ, അത് ഒന്നും കൂടി റീസെറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടി വന്നു. പിന്നെ അത് എത്ര ദിവസം എടുത്തു, പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ മോണിറ്റൈസേഷൻ ഓണായി കിട്ടി. അപ്പോൾ പഴയ ഡോളർ പോയിരുന്നു, സീറോ ബാലൻസ് ആയിരുന്നു കേട്ടോ ഡോളറിൽ. പിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി $10 ആക്കിയെടുത്തു. അപ്പോൾ പിൻ വെരിഫിക്കേഷൻ പറഞ്ഞിട്ട് ഇതാ യൂട്യൂബിൽ നിന്ന്, ഇത് ഫ്രണ്ട് ക്യാമറയാണ്, ഇതിപ്പോൾ എങ്ങനെയാണ് കാണിക്കും കൃത്യമായിട്ട് കാണണമെങ്കിൽ, ഗൂഗിൾ ആഡ്സൻസ് ആണ് കേട്ടോ. ഗൂഗിൾ ആഡ്സൻസ്, അതായത് ഇതിൽ നമുക്കൊരു പിൻ നമ്പർ തരും. ഈ പിൻ നമ്പർ ഇവിടെ ഞാൻ സ്ലൈഡും കൊണ്ട് ഇങ്ങനെ വെച്ചേർക്കുകയാണ്. പിൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം ആ ഐ ഡി വെരിഫിക്കേഷൻ കോളത്തിൽ. അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കോളത്തിൽ അടിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഒക്കെ ശരിയായി. അപ്പോൾ ആദ്യത്തെ തവണ അത്രയും ഫെയിലായതുകൊണ്ടും എൻ്റെ ചാനൽ ഒരുപാട് തവണ യൂട്യൂബ് സെർച്ച് നോക്കി എന്തൊക്കെയാണ് മിസ്റ്റേക്ക്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് തവണ നോക്കിയതും കൊണ്ട് യൂട്യൂബിന് രണ്ടാമത് ഐ ഡി വെരിഫിക്കേഷന് കൊടുത്തപ്പോൾ കുറേ ചിന്തിക്കേണ്ടി വന്നില്ല, അവർക്ക് കുറേ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് 4 ദിവസം കൊണ്ടാണ് എനിക്ക് ഗൂഗിൾ ആഡ്സൻസ് വന്നത്. ആദ്യം കുറേ കരഞ്ഞതിന് എനിക്കിത് പെട്ടെന്ന് ഫലം കിട്ടിയിട്ട് രണ്ടാമത് കൊടുത്തപ്പോൾ, രണ്ടാമത് ഐ ഡി വെരിഫിക്കേഷൻ കൊടുത്തതും ഞാൻ രണ്ടാമത്തെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിൾ ആഡ്സൻസ് ഉണ്ടാക്കി തന്ന ആളാണ്, ചാനലാണ്. പിന്നെ അപ്പോൾ ആദ്യം എനിക്ക് വന്ന മിസ്റ്റേക്ക് ഐ ഡി വെരിഫിക്കേഷൻ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോ യൂട്യൂബർമാരും, അതായത് ഇനി ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള യൂട്യൂബർമാർ ഒക്കെ ശ്രദ്ധിച്ച് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധം ഇനി വേറൊരാൾക്കും പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ, പാൻ കാർഡിൻ്റെ കാര്യമൊന്നുമല്ല കേട്ടോ. പാൻ കാർഡിൽ പേര് റീജ കെ എന്നായിരുന്നു, ക്യാപിറ്റൽ ലെറ്ററിലായിരുന്നു. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ടിൽ റീജ ഗണേഷ്, പിന്നെ ഇവിടുത്തെ അഡ്രസ്സ് ആയിരുന്നു. അപ്പോൾ ഈ പാൻ കാർഡിൽ നമ്മുടെ ഇനീഷ്യൽ കെ എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ കെ എന്ന് വന്നതിന് നമ്മൾ വീട്ടുപേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അവിടുത്തെ വീട്ടുപേരായിരുന്നു പാൻ കാർഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഈ പാൻ കാർഡിൽ എങ്ങനെയാണോ പേര് അതുപോലെ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റണം എനിക്കറിയാം ഗൂഗിൾ അക്കൗണ്ടിൽ. പക്ഷേ എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ 2 അഡ്രസ്സും വേറെ വേറെ ആവില്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കൺഫ്യൂഷനായി പോയതാണ്. കാരണം ഞങ്ങൾ ഒരുപാട് ദൂരത്താവും കൊണ്ട് ഓരോ പോസ്റ്റ് വന്നാൽ അവിടെ പോയി വാങ്ങാനോ ഒന്നും പറ്റണ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എഡിറ്റ് ചെയ്ത് മാറ്റണ്ട, അങ്ങനെ തന്നെ ഞാൻ കൊടുത്തു. അതുകൊണ്ടാണ് എനിക്ക് ഐ ഡി വെരിഫിക്കേഷൻ ഫെയിലായിപ്പോയത്. അത് ആദ്യത്തെ തവണ ഫെയിലായി ഞാൻ നിർത്തിയിട്ട് വേറെ ആരെങ്കിലും സഹായത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതങ്ങനെ പോവില്ലായിരുന്നു, $10 അങ്ങനെ പോവില്ലായിരുന്നു. പക്ഷേ തിരക്ക് കൂടിപ്പോയി എനിക്ക്. ഇങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ കഴിയണം എന്നുള്ളൊരു ചിന്ത വന്നുകൊണ്ടാണ് അതൊക്കെയാണ് അബദ്ധം പറ്റിയത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പാൻ കാർഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പാൻ കാർഡിൽ
പേര് എങ്ങനെയാണ് ഒരു ഡോട്ട് പോലും മാറ്റം വരരുത്. ഗൂഗിൾ അക്കൗണ്ടിലെ അഡ്രസ്സിൽ നമ്മൾ ആ പേര് മാറ്റി കൊടുക്കണം. പേര് മാത്രം. നമുക്ക് അഡ്രസ്സ് ഒരു തരത്തിലും അഡ്രസ്സ് മാറില്ല. നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ ആദ്യം ഏത് അഡ്രസ്സ് കൊടുത്തോ ആ അഡ്രസ്സ് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഈ പാൻ കാർഡിൽ നമ്മൾ വീട്ടുപേര് എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇനീഷ്യൽ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ നമ്മൾ പേര് മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പാൻ കാർഡോ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അത് സ്കാൻ ചെയ്ത് ഫ്രണ്ട് പേജും ബാക്ക് പേജും സ്കാൻ ചെയ്തിട്ട് ആദ്യം തന്നെ എടുത്തു വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ID വെരിഫിക്കേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം റെഡി ആയിട്ട് മാത്രം ഇനിയുള്ളവർ ചെയ്താൽ മതി കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പിന്നെന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, സങ്കടങ്ങളൊന്നുമില്ല. കാരണം ഈ രണ്ടാമത് ഞാൻ ID വെരിഫിക്കേഷൻ ശരിയായി എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ഓണായില്ലേ, പിന്നെ ഞാൻ അറിയാതെയാണ് എനിക്ക് ഡോളർ പെട്ടെന്ന് വന്ന് ചേർന്നത് $10 അതായത് കഴിഞ്ഞ $10 എടുത്തതിന് അതിൻ്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തന്നു യൂട്യൂബിൽ നിന്നാണ് അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഗൂഗിൾ ആഡ്സൻസ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു പെട്ടെന്ന് ആദ്യത്തെ ID വെരിഫിക്കേഷൻ ചെയ്തത്. അപ്പോൾ 45 ദിവസം നമുക്ക് സമയമുണ്ട്. മെയിൽ വന്നു കഴിഞ്ഞാൽ, ഇനി മെയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ക്രോമിൽ ചെക്ക് ചെയ്ത് നോക്കണം. ക്രോമിൽ ഗൂഗിൾ ആഡ്സൻസ് എടുത്തിട്ട് വെരിഫിക്കേഷൻ ചെക്ക് എന്നുള്ളൊരു പേജ് ഉണ്ട്. അതിൽ എടുത്ത് നോക്കണം. അതിൽ വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 45 ദിവസം വരെ സമയമുള്ളത് കൊണ്ട് തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ ID വെരിഫിക്കേഷന് കൊടുക്കാതിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ പറയാൻ. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഞാൻ എത്ര ഡോളറാണെന്ന് ഇപ്പോഴൊന്നും പറയില്ല. ലാസ്റ്റ് $100 ആദ്യത്തെ വരുമാനം കിട്ടിയാൽ ഞാനതെല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബ് റെക്കമെൻഡേഷനിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ റെക്കമെൻഡേഷനിൽ ആർക്കൊക്കെ വീഡിയോ കിട്ടുന്നോ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഓപ്പണാക്കി കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പോൾ ഗൂഗിൾ ആഡ്സൻസിൽ വന്ന പിൻ നമ്പർ അടിച്ചെടുത്തപ്പോൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, അഡ്രസ്സ് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര